അങ്ങനെ ഇന്ത്യ ഈ സീരീസ് ജയിച്ചിരിക്കുകയാണ്. ഒരുപാട് വിവാദങ്ങൾക്ക് ചാൻസ് ഉള്ളൊരു മാച്ചാണ് ഇപ്പോൾ ഇന്ന് കഴിഞ്ഞത്, 4th T20. അതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ കൺകഷൻ സബ്ബാണ്. ശിവൻ ദൂബയ്ക്ക് കൺകഷൻ സബ്ബായിട്ട് ഹർഷിത് റാണ. എൻ്റെ ഒപ്പീനിയനിൽ ഒട്ടും ഒരു ഫെയർ അല്ലാത്തൊരു ഡിസിഷനാണ്, ഒട്ടും ഫെയർ അല്ലാത്തൊരു കൺകഷൻ സബ്ബാണിത്. പക്ഷേ ഇന്ത്യ ഔട്ട്പ്ലേഡ് ഇംഗ്ലണ്ട് എന്ന് തന്നെ പറയാം. നന്നായിട്ട് ബോൾ ചെയ്തു, ആദ്യത്തെ ആ തകർച്ചയിൽ നിന്നിട്ട് നന്നായിട്ട് ബാറ്റ് ചെയ്തു. സോ ഇന്ത്യ ഡെഫിനറ്റ്ലി ഡിസേർവ് ടു വിൻ. പക്ഷേ അതിനകത്തൊരു കല്ലുകടിയായത് ഈ കൺകഷൻ സബ് എന്ന് പറഞ്ഞ ഒരു അൺവാണ്ടഡ് അഡ്വാൻറ്റേജ് ഇന്ത്യക്ക് കിട്ടി എന്നുള്ളത് സത്യമാണ്. കാരണം ഹർഷിത് റാണ 3 വിക്കറ്റാണ് എടുത്തത്, അതുപോലെ തന്നെ ശിവൻ ദൂബെ 53 റണ്ണും എടുത്തു. സോ ഇറ്റ്സ് ഡെഫിനറ്റ്ലി നോട്ട് ഫെയർ ഫോർ ഇംഗ്ലണ്ട്. പക്ഷേ ഇംഗ്ലണ്ടിലെ കയ്യിലിരുന്ന മാച്ചാണ്. സെക്കൻഡ് ബാറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇംഗ്ലണ്ടിൻ്റെ ബ്രൂക്ക് ബാറ്റ് ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ ഈവൻ ലാസ്റ്റ് 3 ഓവേഴ്സ് ഉള്ളപ്പോൾ പോലും ഇംഗ്ലണ്ടിൻ്റെ കയ്യിൽ ഒരു പരിധിവരെ മാച്ച് ഉണ്ടായിരുന്നു. പക്ഷേ അവർ അത് കൊണ്ട് കളഞ്ഞു എന്ന് തന്നെ പറയാം. കാര്യം വരുൺ ചക്രവർത്തിയുടെ ഓവറിൽ ആവശ്യമില്ലാത്ത ഷോട്ടിന്, ബ്രൂക്ക് ആവശ്യമില്ലാത്ത ഷോട്ടിൽ വരുൺ ചക്രവർത്തിക്ക് ഔട്ടായി. അതിനുശേഷം ഈ ബ്രൈഡൻ കാർസ് വന്നിട്ട് ആവശ്യമില്ലാത്തൊരു ഷോട്ട്. നമുക്ക് ഓൾറെഡി അറിയാം, ഒരു സീരീസിൽ ഇത്രയും നന്നായിട്ട് ബോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോളർ ഇന്ത്യൻ കണ്ടീഷന് പുതിയതായിട്ട് വന്നതേ ഉള്ളൂ, വന്നിട്ട് സെക്കൻഡ് ബോൾ ഇങ്ങനെ സ്ലോഗ് ചെയ്യേണ്ട ഒരാവശ്യമില്ല. ഫസ്റ്റ് ബോൾ കണക്ട് ചെയ്തത് പോലും ഇല്ല, എഡ്ജ് അടിച്ചിട്ടോ അല്ലെങ്കിൽ മിസ്സായിട്ട് ബാക്കിൽ ബൗണ്ടറി പോവുക ചെയ്തത്. എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്ത് ബോൾ ഇങ്ങനെ സ്ലോഗ് ചെയ്യേണ്ട ആവശ്യം ബ്രൈഡൻ കാസിനില്ല. ശരിക്കും അതൊരു ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു വിക്കറ്റായിരുന്നു. ആ ഓവർ സർവൈവ് ചെയ്തിരുന്നെങ്കിൽ, ബ്രൈഡൻ ക്രാസ് അവിടെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇംഗ്ലണ്ടിനെ ഈസി ആയിട്ട് ഈ മാച്ച് ജയിക്കായിരുന്നു. അവരുടെ കയ്യിലിരുന്ന കളിയാണ് അവർ കൊണ്ട് കളഞ്ഞിരിക്കുന്നത്. അത് കളഞ്ഞിട്ട് ഇപ്പോൾ ഈ കൺകഷൻ സബിൻ്റെ ഒരു റീസൺ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ ഒരു മാച്ചിലുടനീളം ഇംഗ്ലണ്ടിന് ചാൻസസ് ഉണ്ടായിരുന്നു വിൻ ചെയ്യാൻ. ഈവൻ ആ 18th ഓവർ വരെയും ഇംഗ്ലണ്ടിന് വിൻ ചെയ്യാൻ ചാൻസ് ഉണ്ടായിരുന്നു. ഇനി ഇന്ത്യയുടെ ബോളിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ രവി ബിഷ്ണോയ് നന്നായിട്ട് ബോൾ ചെയ്തു. എല്ലാ മാച്ചിലും ഈ സീരീസിൽ നമ്മൾ കണ്ട പോലെ തന്നെ നമ്മുടെ വരുൺ ചക്രവർത്തി നന്നായിട്ട് ബോൾ ചെയ്തു, ഹർഷിത് റാണ ബോൾ ചെയ്തു. അത് ഫെയർ അല്ലെങ്കിൽ പോലും ഫസ്റ്റ് ഒരു ഡിബേറ്റ് മാച്ചിൽ തന്നെ ഹർഷിത് റാണ നന്നായിട്ട് ബോൾ ചെയ്തു. അർഷ്ദീപ് ആസ് ഓൾവേസ് നന്നായിട്ട് ബോൾ ചെയ്തു. ഈ മാച്ച് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ ബോളിങ്ങിനെക്കാട്ടി ഇംഗ്ലണ്ടിൻ്റെ മണ്ടത്തരങ്ങൾ കൊണ്ടാണ് ഇംഗ്ലണ്ട് തോറ്റെന്ന് തന്നെ പറയാം. കാര്യം ഹാരി ബ്രൂക്കിൻ്റെ വിക്കറ്റ്, അങ്ങനെ ഒരു ഷോട്ട് കളിക്കേണ്ട ഒരാവശ്യമില്ല. അതിന് തൊട്ട് മുമ്പത്തെ ഓവറിൽ നന്നായിട്ട് ബാറ്റ് ചെയ്ത് ഹർഷിത് റാണ 18 റൺ അടിച്ച് നിൽക്കുന്ന ഒരു ബാറ്റ്സ്മാനാണ്. അങ്ങനെ ഒരു റിവേഴ്സ് സ്കൂപ്പ് ഒരു സ്പിന്നറിനെ, അതും വരുൺ ചക്രവർത്തി കളിക്കേണ്ട ഒരാവശ്യമില്ല. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബ്രൈഡൻ കാസിൻ്റെ വിക്കറ്റ്, ആ ഷോട്ട് കളിക്കേണ്ട ഒരാവശ്യമില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് 19th ഓവർ ഓവർട്ടൺ ബാറ്റ് ചെയ്യുമ്പോഴത്തേക്ക് സിംഗിൾ എടുക്കാതിരുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. റാഷിദിനും അത്യാവശ്യം, അതിന് തൊട്ട് മുമ്പത്തെ ഓവർ റാഷിദ് ഒരു 6 അടിച്ചതേ ഉള്ളൂ. ഈവൻ സിംഗിൾസ് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും ലാസ്റ്റ് ഓവറിലേക്ക് ഒരു 14-13 ആ ഒരു റേഞ്ചിലേക്ക് സ്കോർ എത്തിക്കാൻ പറ്റുമായിരുന്നുണ്ടെങ്കിൽ ഇംഗ്ലണ്ടിന് ഒരുപക്ഷെ ജയിക്കാൻ പറ്റുമായിരുന്നു. ആവശ്യമില്ലാതെ പ്രഷറിലാക്കിയത്, ആ അവസാന നിമിഷം പ്രഷറിലാക്കിയത് ആ സിംഗിൾ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യാതെ ഇംഗ്ലണ്ട് കാണിച്ച മണ്ടത്തരമാണ്. അങ്ങനെ മൊത്തത്തിൽ ഇംഗ്ലണ്ട് ബാറ്റിങ്ങിൽ മൊത്തത്തിൽ അവരുടെ കയ്യിലിരിക്കുന്ന മണ്ടത്തരങ്ങളുണ്ട്, അവരുടെ കയ്യിലിരുന്ന മാച്ച് ഇംഗ്ലണ്ട് കൊണ്ട് കളയായിരുന്നു ചെയ്തത്. ഇനി ഇന്ത്യയുടെ ബാറ്റിങ്ങിലേക്ക് പോയാൽ സഞ്ജു സാംസൺ വീണ്ടും എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, 4 കളി അടുപ്പിച്ച് ഒരേ രീതിയിൽ ഔട്ടായി പോവാണ്. ഇംഗ്ലണ്ട് ബോളേഴ്സ് സഞ്ജു സാംസൺ ഇങ്ങനെ എറിഞ്ഞ് ഔട്ടാക്കാൻ പറ്റും, ഷോർട്ട് ബോൾ എറിഞ്ഞ് ഔട്ടാക്കാൻ പറ്റുമെന്ന് അവരങ്ങനെ ട്രാപ്പ് ഉണ്ടാക്കി സഞ്ജു സാംസണെതിരെ എറിയുമ്പോൾ സഞ്ജു സാംസൺ ഈഗോ അടിച്ചിട്ട് വീണ്ടും 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 അതേപോലെ ഷോട്ട് കളിച്ചിട്ട് ഞാൻ ആ ഷോട്ടേ കളിക്കൂ, വേറെ ഒന്നും ട്രൈ ഇല്ല എന്നുള്ളൊരു പിടിവാശി പോലെ അതേ ഷോട്ട് കളിച്ചിട്ട് വീണ്ടും വീണ്ടും ഔട്ടാവുന്നത് കാണാൻ സത്യം പറഞ്ഞാൽ നിരാശയുണ്ട്. കാര്യം വേറെ ഏതൊരു ബാറ്റ്സ്മാൻ ആണെന്നുണ്ടെങ്കിലും ഒരു ഇന്ത്യൻ ടീമിലെ സ്ഥാനം ഫോർ ഗ്രാൻഡഡ് എന്ന് ചിന്തിക്കാൻ പറ്റും. സഞ്ജു സാംസനെ സംബന്ധിച്ച് ഒരു 1-2 മാച്ച് കളിച്ചാൽ തന്നെ വിമർശനങ്ങൾ അങ്ങോട്ട് വരാൻ തുടങ്ങും. എക്സ്പേർട്സ് എല്ലാം കൂടെ അങ്ങോട്ട് സഞ്ജു സാംസനെ എടുത്തിട്ട് അലക്കാൻ തുടങ്ങുന്നൊരു പ്ലെയറാണ് സഞ്ജു സാംസൺ. അപ്പോൾ ഇങ്ങനെ ഒരു 4 മാച്ചിൽ ഇങ്ങനെ സെൽഫ്ലെസ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, സെൽഫിഷായിട്ട് കളിച്ചിട്ടേ കാര്യമുള്ളൂ. ഈ 4 മാച്ചിൽ 1-2 മാച്ച് അടിക്കേണ്ടതായിരുന്നു. ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ട് പോയിരിക്കുകയാണ്. ഇപ്പോൾ ലാസ്റ്റ് ഇന്നിങ്സ് ഒരു കളികളുണ്ട്, അത് വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാത്ത മാച്ചാണ്. അതിലെങ്കിലും ഒരു നല്ല ഇന്നിങ്സ്, ഒരു എക്സെപ്ഷണൽ ആയിട്ടുള്ളൊരു ഇന്നിങ്സ് അടിച്ചാലേ എന്തെങ്കിലും രക്ഷയുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ സെൽഫ്ലെസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനത്തെ മണ്ടൻ ക്രിക്കറ്റ് കളിക്കാനാണെന്നുണ്ടെങ്കിൽ സഞ്ജു സാംസൺ അടുത്ത വേൾഡ് കപ്പിൽ ഒന്നിൽ ബെഞ്ചിലോ അല്ലെങ്കിൽ വീട്ടിലോ ഇരിക്കേണ്ടതായിട്ടുള്ളൊരു ഗതികേട് വരും. ഇപ്പോൾ കഴിഞ്ഞ മാച്ചിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഇന്ത്യയുടെ അൾട്രാ അഗ്രസീവായിട്ടുള്ളൊരു അപ്രോച്ച്, അത് ഇന്നും ബാക്ക് ഫെയർ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റിൽ അഭിഷേക് ശർമ്മ, സഞ്ജു സാംസണും സൂര്യകുമാർ യാദവ്, തിലക് വർമ്മയും സൂര്യകുമാർ യാദവും ഔട്ടായതിനു ശേഷം കളിച്ച കണ്ടല്ലേ, നന്നായിട്ട് ഗ്രൗണ്ടിൽ കൂടെ ഷോട്ട്, 2 കവർ ഡ്രൈവ് ഒക്കെ അടിച്ചു. നന്നായിട്ട് ഗ്രൗണ്ടിൽ കൂടെ ഷോട്ട് കളിക്കാൻ കേപ്പബിലിറ്റി ഉള്ള ബാറ്റ്സ്മാനാണ്. എല്ലാ ബോളും അഭിഷേക് ശർമ്മ അടിക്കേണ്ട ഒരാവശ്യമില്ല. ഇങ്ങനെ കളിച്ചിട്ട് പോലും അഭിഷേക് ശർമ്മയ്ക്ക് 170-180 സ്ട്രൈക്ക് റേറ്റിൽ കളിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാ ബോളും വട്ടം അടിക്കാനുള്ളൊരു ശ്രമം ഇന്ത്യക്ക്
എന്നെങ്കിലും വിനയായിട്ട് വരും. പ്രത്യേകിച്ചും നോക്കൗട്ട് മാച്ചുകളിൽ ICC ടൂർണമെൻറ്റ്സിൽ T20 വേൾഡ് കപ്പ് അങ്ങനെയൊക്കെ ഉള്ളിടത്ത് പോയിട്ട് നോക്കൗട്ട് മാച്ചിൽ ഇങ്ങനെ ഒരു കൊളാപ്സ് ആയി കഴിഞ്ഞാൽ അത് എന്തെങ്കിലും ഒരു വിനയായിട്ട് വരും. അപ്പോൾ ടോപ്പ് ഓർഡറിൽ 1-2 ബാറ്റ്സ്മാൻമാർ കുറച്ച് കോൺഷ്യസ് ആയിട്ട് കളിക്കുന്നതായിരിക്കും ഇന്ത്യയെ സംബന്ധിച്ച് നല്ലത്. എന്തായാലും ഇന്ന് രക്ഷിക്കാനായിട്ട് ശിവൻ ദൂബെയും ഹാർദിക് പാണ്ഡ്യയും അടിപൊളിയായിട്ട് ബാറ്റ് ചെയ്തു. ഹാർദിക് പാണ്ഡ്യ ഒരു രക്ഷയില്ലാത്തൊരു ഇന്നിങ്സ്, പുള്ളിയുടെ ക്ലാസ് എന്താണെന്നുള്ളത് പുള്ളി കാണിച്ചു. അതുപോലെ തന്നെ ശിവൻ ദൂബെ എന്തുകൊണ്ട് ഇന്ത്യൻ ടീമിൽ വേൾഡ് കപ്പിൽ സെലക്ട് ചെയ്യപ്പെട്ടു എന്ന് വീണ്ടും ശിവൻ ദൂബെ പ്രൂവ് ചെയ്തു. ഇംഗ്ലണ്ടിൻ്റെ ബോളിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓർട്ടൺ നന്നായിട്ട് ബോൾ ചെയ്തു, നല്ല കണ്ടെയ്ൻ ചെയ്ത് എറിയുന്നുണ്ട്, അത്യാവശ്യം നന്നായിട്ട് തല ഉപയോഗിച്ച് എറിയുന്ന ഒരു ബോളറാണ്. ഇനി ധോണിയുടെ മെൻറ്റർഷിപ്പിലും കൂടെ വരുമ്പോഴത്തേക്ക് CSK സംബന്ധിച്ച് ഓവർട്ടൺ ഒരു വലിയ അസറ്റായിരിക്കും. ഓവർട്ടണിനെ സംബന്ധിച്ചും കരിയറിൽ CSKയിലെ എക്സ്പീരിയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. കാര്യം പുള്ളി ഇപ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ഓൾറൗണ്ടറാണ്. അതിൻ്റെ കൂട്ടത്തിൽ CSKയിലെ ഒരു സീസണും കഴിയുമ്പോഴത്തേക്ക് വേറെ ലെവലിലേക്ക് ഉറപ്പായിട്ടും ഓവർട്ടൺ എത്തും. അതുപോലെ തന്നെ ഇംഗ്ലണ്ടിൻ്റെ ബാറ്റിങ്ങിൽ ഹാരി ബ്രൂക്കിൻ്റെ ഇന്നിങ്സ് ഒരു രക്ഷയില്ലായിരുന്നു. ഹാരി ബ്രൂക്കിൻ്റെ ക്ലാസ് എന്താണെന്ന് ഹാരി ബ്രൂക്ക് കാണിച്ചു തന്നു. ശരിക്കും പറഞ്ഞാൽ ആ മണ്ടത്തിന് ഷോട്ട് കളിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇംഗ്ലണ്ട് വിൻ ചെയ്തേനെ. അപ്പോൾ ഈ സീരീസിന് എന്തായാലും ഒരു തീരുമാനം ആയിരിക്കുകയാണ്. ഇന്ത്യ സീരീസ് വിൻ ചെയ്തു. കണ്ടിന്യൂസ് ആയിട്ട് എത്രാമത്തെ സീരീസാണ് ഈ വിൻ ചെയ്യുന്നത് എനിക്കറിയില്ല. അത്രയും ഡോമിനേറ്റ് ചെയ്യാണ് T20 ക്രിക്കറ്റിൽ ഇന്ത്യ. എന്തായാലും ലാസ്റ്റ് മാച്ച് അറ്റ്ലീസ്റ്റ് സഞ്ജു സാംസനെ സംബന്ധിച്ചെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ സഞ്ജു സാംസനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ഇന്നിങ്സ് എന്തെങ്കിലും കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ പുള്ളിയുടെ കാര്യത്തിൽ എന്തായാലും വീണ്ടും വിമർശനങ്ങൾക്കും ട്രോളുകൾക്കൊക്കെ ഇറയാവേണ്ടി വരും. എന്തായാലും ഇംഗ്ലണ്ട് ഈ ബസ് ബോളിൻ്റെ കൂട്ടത്തിൽ കുറച്ച് തല ഉപയോഗിക്കുന്നതിനെ പറ്റി കൂടി ആലോചിക്കാവുന്നതാണ്. കാരണം ഇത്രയും നല്ലൊരു ടീം, ഇത്രയും ഓൾറൗണ്ടേഴ്സ് ഉള്ള നല്ലൊരു ടീം മണ്ടത്തരങ്ങൾ കാരണം കൊണ്ട് അല്ലെങ്കിൽ കുറച്ച് ക്ഷമ കാണിക്കാത്തതിൻ്റെ പേരിൽ തന്നെ ഈ ഒരു സീരീസ് കൈവിട്ടു പോയത്. അവർ ശരിക്കും പറഞ്ഞാൽ ഈ സീരീസിൽ ഇപ്പോൾ ഈ മാച്ചിൽ മാത്രമല്ല ഇതിന് മുമ്പുള്ള പല മാച്ചിലും ക്രൂഷ്യലായിട്ടുള്ള ടൈമിൽ ആവശ്യമില്ലാത്ത ഈഗോ കാണിച്ചിട്ട് ഇന്ത്യ പോലൊരു രാജ്യത്ത് വന്നിട്ട് ഇവിടുത്തെ കണ്ടീഷൻസുമായിട്ടൊന്ന് അഡോപ്റ്റ് ആവുന്നിടം വരെ ഒരു ക്ഷമ കാണിക്കാതെയൊക്കെ അവർ കളിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സീരീസ് ശരിക്കും പറഞ്ഞാൽ കൈവിട്ട് പോയില്ല. ഇന്നത്തെ മാച്ചിൽ പ്രത്യേകിച്ചും അവരുടെ കയ്യിലിരുന്ന കളിയാണ് അവർ കൈവിട്ടത്. എന്തായാലും ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചും ഇന്ത്യൻ ഫാൻസിനെ സംബന്ധിച്ചും വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇങ്ങനെ ബയലാറ്ററൽ സീരീസും കണ്ടിന്യൂസ് ആയിട്ട് ജയിച്ചുകൊണ്ടിരിക്കുന്നു. T20 വേൾഡ് കപ്പ് ജയിച്ചു. 2020 ഇന്ത്യ അടിക്കാൻ ഒരു ടീമില്ല എന്നുള്ളത് വീണ്ടും 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 ഇന്ത്യ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഫോം T20 വേൾഡ് കപ്പ് വരെ എടുത്തുകൊണ്ട് പോകാൻ പറ്റട്ടെ. എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ.